പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം തിരുവചനമാണ്. യേശു കണ്ണുനീർ വാർത്തു. ആമേൻ. വളരെ ചെറിയൊരു തിരുവചനമാണിത്. ബൈബിളിലെ തന്നെ ഏറ്റവും ചെറിയൊരു തിരുവചനമെന്ന് വേണമെങ്കിൽ പറയാം. യേശു കണ്ണുനീർ വാർത്തു. കർത്താവ് ഒരു കരയുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു ലാസറിൻ്റെ മരണം എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് പല ഇതും കാണുമ്പോഴും ഈ ഒരു അധ്യായത്തിൽ വരുമ്പോൾ യേശു കരയുന്ന ഒരു ഇതാണ് വരുന്നത്. ഇത് കഴിയുമ്പോഴേക്ക് യേശുവിൻ്റെ മരണം, ക്രൂശ് മരണം അടുത്തു കഴിഞ്ഞു. ലാസറിൻ്റെ മരണ ശേഷം എന്ന് പറയുന്നത് തന്നെ യേശുവിൻ്റെ മരണവും അതുപോലെ തന്നെ പുനരുദ്ധാരണവും ഒക്കെയാണ് ലാസറിൻ്റെ മരണവും ഉയർപ്പീരും എല്ലാം നാം കാണുന്നത്. പക്ഷേ മാർത്തയും മറിയം ഒക്കെ കരയുന്ന കാണുമ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ അത്രയും വേദനിച്ചിട്ടാണ്. യേശുവിൻ്റെ ഏറ്റവും സ്നേഹിതനായ ലാസർ മരിച്ചിട്ട് യേശു കണ്ണു നിറയുന്നത്. പലപ്പോഴും നമുക്ക് വരുന്ന അവസ്ഥകൾ കണ്ടിട്ട് യേശു കരയാറുണ്ട്. അത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അവിടെ മാർത്തയും മറിയനെ യേശുവിനെ കുറ്റപ്പെടുത്തുകയല്ല പറയുന്നത്. കർത്താവേ, നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. നാം പലപ്പോഴും യേശുവിനെ കുറ്റപ്പെടുത്തിയാണ് പല സമയങ്ങളിലും നമ്മൾ പറയുന്നത്. എന്നാൽ അവരത് ചെയ്തിട്ടില്ല. കാരണം അവർക്കറിയാം യേശു ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നാം അങ്ങനെ ആവണം. നാം മാർത്തയും മറിയെപ്പോലെ തന്നെ ആകണം. കാരണം യേശു കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല. ഒരു ശക്തിക്കും നമ്മളെ തളർത്താൻ പറ്റില്ല എന്നൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.